Okay, welcome back. So far we discussed about the dependent branch account, and under dependent branch account we discussed debtors method and stock and debtors method. Now we are moving further to independent branch account. Okay, so what do you mean by independent branch account? ഒരു particular head office is there. അതിനൊരു 5 ബ്രാഞ്ച് ഉണ്ടെന്ന് വെച്ചോ, A, B, C, D. സോ 5 ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ ഈ ഹെഡ് ഓഫീസിന് അത് എന്ത് ചെയ്യും, ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. സോ ഹെഡ് ഓഫീസ് പറയുന്ന നിങ്ങൾ എന്ത് പ്രിപ്പയർ ചെയ്യേണ്ട, അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ട, നിങ്ങളുടെ അക്കൗണ്ട്സ് വർക്കൊക്കെ ഹെഡ് ഓഫീസ് ചെയ്തോളാം. ഇതാണ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച്. ബിക്കോസ് ഇൻ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് ബ്രാഞ്ചസ് ഡസ് നോട്ട് മെയിൻറ്റെയിൻ ഇറ്റ്സ് ബുക്സ് ഓഫ് അക്കൗണ്ട്. അത് നിങ്ങൾ പഠിച്ചു. ബട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതിങ്ങനെ ബ്രാഞ്ചസ് ടോട്ടൽ ഒരു 2000 ബ്രാഞ്ചസ് ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, ദാറ്റ് മീൻസ് എ ബിഗ് ഫേം. ഒരു ബിഗ് ഫേമിൻ്റെ കേസൊക്കെ പറയുകയാണെങ്കിൽ ഒരു 200 ബ്രാഞ്ചസ് ഉണ്ടെന്ന് വെച്ചോ. ക്ലിയർ? 2000 ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ ഹെഡ് ഓഫീസിന് എന്താണ്, ഇതിൻ്റെയൊക്കെ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെഡേക്കാണ്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഓൾസോ. സോ ഇൻ ദിസ് കേസ് ഹെഡ് ഓഫീസ് ഓതറൈസ് ചെയ്യും ബ്രാഞ്ചസിനോട്. നിങ്ങൾ ബ്രാഞ്ചിനോട് പറയും, ബ്രാഞ്ച് നിങ്ങളുടെ അക്കൗണ്ട്സ് ഒക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. നിങ്ങളൊരു ഇൻഡിപെൻഡൻറ്റ് ഫേം പോലെ എന്ത് ചെയ്യുക, മുഴുവൻ അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യണമെന്ന് പറയും. ദിസ് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് അക്കൗണ്ട്. ഇൻ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് ഈച്ച് ബ്രാഞ്ച് പ്രിപ്പയർസ് ഇറ്റ്സ് ഓൺ ബുക്സ് ഓഫ് അക്കൗണ്ട്. ഓക്കെ, അവരവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് അതത് ബ്രാഞ്ച് പ്രിപ്പയർ ചെയ്യും. ദാറ്റ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് എന്നുള്ള. ആ ഇൻഡിപെൻഡൻറ്റ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് ഡസൻറ്റ് മീൻ ദാറ്റ് ഹെഡ് ഓഫീസിന് ഫുള്ളി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് അല്ല അവിടെ ഉള്ളത്. ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് മീൻസ് ബുക്സ് ഓഫ് അക്കൗണ്ട് ഇൻഡിപെൻഡൻ്റ്ലി ദേ ആർ പ്രിപ്പയറിംഗ്. ബട്ട് ഹെഡ് ഓഫീസിൻ്റെ സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻ വിൽ ബി ദർ ഓൺ ദി മാനേജ്മെന്റ്, അല്ലെങ്കിൽ ഓൺ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഈ ഹെഡ് ഓഫീസിൻ്റെ ആയിരിക്കും ബ്രാഞ്ചിൻ്റെ മധ്യ. ഡസൻറ്റ് മീൻ ദാറ്റ് ഇൻഡിപെൻഡൻറ്റ് ഫ്രം ദി ഹെഡ് ഓഫീസ്. ഇൻഡിപെൻഡൻ്റുള്ള ഇവിടെയുള്ള കോൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ ബുക്സ് ഓഫ് അക്കൗണ്ട് ഇൻഡിപെൻഡൻ്റ്ലി മെയിൻറ്റെയിൻ ചെയ്യുന്നു. ബട്ട് ദേ ആർ വർക്കിംഗ് അണ്ടർ ദ സ്ട്രിക്റ്റ് കൺട്രോൾ ആൻഡ് ഗൈഡൻസ് ഓഫ് ദി ഹെഡ് ഓഫീസ്. ക്ലിയർ ആണല്ലോ മക്കളെ? കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം big firm ആണെങ്കിൽ it's difficult for the head office to maintain all the accounts of branches. So branch is preparing its own books of account. That is called independent branch account. Clear? Okay. Now അപ്പോൾ ബ്രാഞ്ച് അതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ തിയറീൻ്റെ നോട്ട്സ് ഞാൻ ഓൾറെഡി ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലൊക്കെ ഇതിൻ്റെ നോട്ട്സ് ഇപ്പം ഉണ്ടാവും. സോ ഇറ്റ് വിൽ ബി ലിറ്റിൽ ബിറ്റ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്. എനിവേ, ഇവിടെ നോക്കൂ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ബ്രാഞ്ച് സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. റൈറ്റ്? ഹെഡ് ഓഫീസിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട് അത് പറയാം. ബ്രാഞ്ച് സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബ്രാഞ്ചിൽ ഇപ്പം ഒരു പർട്ടിക്കുലർ ഡേ ഒരു ബ്രാഞ്ചിൽ നടക്കുന്ന കാര്യം, പർച്ചേസ് നടക്കും, ചിലപ്പോൾ സെയിൽ നടക്കാം, എന്തെങ്കിലും എക്സ്പെൻസ് മീറ്റ് ചെയ്തിട്ടുണ്ടാവാം, പിന്നെന്താണോ എന്തെങ്കിലും ഇൻകം വന്നിട്ടുണ്ടാവാം, ലാബിലിറ്റി നമ്പർ അറിയണ്ടായ ഓക്കെ, മേ ബി ലോൺ എടുത്തിട്ടുണ്ടാവാം, ക്രെഡിറ്റിന് സാധനം വിറ്റിട്ടുണ്ടാവാം. ഇങ്ങനെ പല ട്രാൻസാക്ഷൻസും ബ്രാഞ്ചിൽ നടക്കും അല്ലേ? സോ ഈ ബ്രാഞ്ച് ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. റൈറ്റ്? അപ്പം ബ്രാഞ്ച് പർച്ചേസ് അക്കൗണ്ട് വരച്ചിട്ടുണ്ടാവും, സെയിൽസ് അക്കൗണ്ട് വരച്ചിട്ടുണ്ടാവും, എക്സ്പെൻസിൻ്റെ അക്കൗണ്ട് വരച്ചിട്ടുണ്ടാവും, ഇൻകം അക്കൗണ്ട് വരച്ചിട്ടുണ്ടാവും, ലോൺ അക്കൗണ്ട് വരച്ചിട്ടുണ്ടാവും, ക്രെഡിറ്റർ അല്ലെങ്കിൽ ക്രെഡിറ്റിന് കൊടുത്തു അപ്പോൾ ഡെറ്റർ അക്കൗണ്ട് വരച്ചിട്ടുണ്ടാവും. അങ്ങനെ എവറി ട്രാൻസാക്ഷൻസ് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ ഹെഡ് ഓഫീസിലും എന്തൊക്കെ നടക്കാം? മേ ബി ഹെഡ് ഓഫീസിൽ പർച്ചേസ് നടക്കാം, സെയിൽ നടക്കാം, എക്സ്പെൻസ് മീറ്റ് ചെയ്യാം. അപ്പം ഇവിടുത്തെ അക്കൗണ്ടന്റ് ഈ ഹെഡ് ഓഫീസിൽ നടക്കുന്ന കാര്യമൊക്കെ അവരുടെ അക്കൗണ്ട്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, എഴുതുന്നുണ്ട്. അതേപോലെ ഇൻഡിപെൻഡൻ്റ്ലി ഫ്രം ദിസ്
ബ്രാഞ്ചിൻ്റെ ഒരു അക്കൗണ്ടൻറ്റ്, ബ്രാഞ്ചിൻ്റെ ഓഫീസിലൊരു അക്കൗണ്ടൻറ്റ് ഇരിക്കുന്നത് ഞാനാന്ന് വെച്ചോ. അപ്പം ഞാൻ ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടൻറ്റ്, എനിക്കൊരു ക്യാബിനൊക്കെ ഉണ്ട്, അടിപൊളി സെറ്റപ്പുള്ള റൂം. അപ്പം ഞാൻ അവിടെ ഇരിക്കുന്നു, ബ്രാഞ്ചിൻ്റെ ഫുൾ അക്കൗണ്ട്സ് ഞാൻ എന്ത് ചെയ്യുന്നു, ടാലിയാന്ന് വെച്ചോ, ഞാൻ ടാലിയിൽ എൻ്റർ ചെയ്യുന്നു. ഓക്കെ, അതേപോലെ ഹെഡ് ഓഫീസിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. ആരാടോ? ഡാനിയൽ ഇരിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ. അപ്പോൾ ഡാനിയൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡാനിയലിൻ്റെ റൂം ഇത്രയും കൂടി വലുതാണ്, ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടൻ്റ് അല്ലേ. ഓക്കെ, അവൻ്റെ ക്യാബിനൊക്കെ അടിപൊളി സെറ്റപ്പ്. സോ ഹീസ് പ്രിപ്പയറിങ് ദി ബുക്സ് ഓഫ് അക്കൗണ്ട് ഫോർ ഹെഡ് ഓഫീസ്. ക്ലിയർ ആണല്ലോ കോൺസെപ്റ്റ്? രണ്ടും സെപ്പറേറ്റ്. ആൻഡ് അപ്പം ഇങ്ങനെ ട്രാൻസാക്ഷൻസ് ഉണ്ടല്ലോ, റൈറ്റ്? അപ്പം നോക്കിയേ, ഹെഡ് ഓഫീസിൽ ഒരു ദിവസം പർച്ചേസ് ചെയ്തു, സെയിൽ ചെയ്തു, ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻസ് വന്നുകൂടോ. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ഈ ഗുഡ്സ് ബ്രാഞ്ചിലോട്ട് അയക്കുന്നു. ഒന്നൂടെ, ഗുഡ്സ് റിട്ടേൺ ഫ്രം ബ്രാഞ്ച്, അങ്ങനത്തെ ഒരു ട്രാൻസാക്ഷൻ വന്നൂടെ? വരാം. ക്യാഷ് സെൻഡ് ടു ബ്രാഞ്ച്, ദെൻ റെമിറ്റൻസ് ഫ്രം ബ്രാഞ്ച്, ബ്രാഞ്ച് ഇങ്ങോട്ടേക്ക് ക്യാഷ് കൊടുത്തു, ക്യാഷ് റെമിറ്റഡ് ഫ്രം ബ്രാഞ്ച്. ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസും ഒരു ദിവസം ഹെഡ് ഓഫീസിൽ വരും. ദാറ്റ് മീൻസ് ദർ ആർ സം ട്രാൻസാക്ഷൻ മ്യൂച്വലി ബിറ്റ്വീൻ ഹെഡ് ഓഫീസ് ആൻഡ് ബ്രാഞ്ച്. ഹെഡ് ഓഫീസും ബ്രാഞ്ചും തമ്മിൽ മ്യൂച്വലി ഉള്ള ചില ട്രാൻസാക്ഷൻസും വരുന്നുണ്ട്. ക്ലിയർ? ഓക്കെ, ആ സമയത്ത് നമ്മൾ ഹെഡ് ഓഫീസിൽ ആരുടെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണോ? ബ്രാഞ്ച്. അതായത് നമ്മളിങ്ങനെ ലെഡ്ജർ വരയില്ലേ, അപ്പം പർച്ചേസിൻ്റെ ഒരു ലെഡ്ജർ വരഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ പർച്ചേസിൻ്റെ ലെഡ്ജറിൽ പർച്ചേസ് ഡീറ്റെയിൽസ് എടുത്ത്, സെയിലിൻ്റെ ഡീറ്റെയിൽസ്, ക്യാഷ് അക്കൗണ്ട് വരെയും. അതേപോലെ നമ്മൾ ആയത് അക്കൗണ്ടും വരയണം, ബ്രാഞ്ചിൻ്റെ അക്കൗണ്ട്. ഓക്കെ, അല്ലാണ്ട് ബ്രാഞ്ചിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉള്ള അക്കൗണ്ട് അല്ല ഹെഡ് ഓഫീസിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഹെഡ് ഓഫീസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബ്രാഞ്ച് അക്കൗണ്ടിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത്, അതായത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ഹെഡ് ഓഫീസും ബ്രാഞ്ചും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ്, നോട്ട് മ്യൂച്വലി ഹെഡ് ഓഫീസും ബ്രാഞ്ചും തമ്മിലുള്ള ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ ബ്രാഞ്ചും ഹെഡ് ഓഫീസും തമ്മിൽ ഇങ്ങോട്ടുള്ള ട്രാൻസാക്ഷൻസ്. കറക്റ്റ്? സോ ആ ട്രാൻസാക്ഷൻ മാത്രം നമ്മൾ ഏത് അക്കൗണ്ടിൽ? ഹെഡ് ഓഫീസിൻ്റെ ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടിൽ എഴുതും. അതേപോലെ തന്നെ ബ്രാഞ്ചിൽ പർച്ചേസ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട് അങ്ങനെയൊക്കെ പറയുന്ന പോലെ ഒരു അക്കൗണ്ടും കൂടി ഉണ്ടാവും, അതാണ് ഹെഡ് ഓഫീസ് അക്കൗണ്ട്. ആ ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിലോ ഏതൊക്കെ ട്രാൻസാക്ഷൻ താ? ഈ പറഞ്ഞിരിക്കുന്ന ഹെഡ് ഓഫീസും ബ്രാഞ്ചും തമ്മിലുള്ള ട്രാൻസാക്ഷൻ മാത്രം എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ബ്രാഞ്ചിൻ്റെ ബുക്കിൽ ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ട് വരയണം, ആൻഡ് ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിൽ ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ ബ്രാഞ്ചിൻ്റെ അക്കൗണ്ട് വരയണം. അതിൽ എന്തൊക്കെ സാധനമാണോ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ ഹെഡ് ഓഫീസ് ആൻഡ് ബ്രാഞ്ച്, മെയിൻലി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. നമ്മൾ സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സിലും ഡെറ്റേഴ്സ് മെത്തേഡിലൊക്കെ പഠിച്ച സെയിം തിങ്സ്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ഗുഡ്സ് റിട്ടേൺ ഫ്രം ബ്രാഞ്ച്, ക്യാഷ് സെൻഡ് ഫ്രം ഹെഡ് ഓഫീസ്, ക്യാഷ് റെമിറ്റഡ് ടു ഹെഡ് ഓഫീസ്. ദെൻ പിന്നെന്തൊക്കെയാണ് വരുന്നത്? അറിഞ്ഞില്ലേനോ? ക്യാഷ് റിസീവ് ഫ്രം ഡെറ്റേഴ്സ്, അതൊക്കെ റെമിറ്റൻസിൽ വരും. ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഈ രണ്ട് അക്കൗണ്ടിലും വരിക. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഫോമാറ്റ് എഴുതി വെക്കാം. ദാറ്റ് ഈസ് ഹെഡ് ഓഫീസിൽ ബ്രാഞ്ച് അക്കൗണ്ട് എങ്ങനെ വരയണം, ബ്രാഞ്ചിൽ ഹെഡ് ഓഫീസ് എങ്ങനെ വരയണം എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഫോമാറ്റ് ആണ് നമ്മൾ നെക്സ്റ്റ് ഇവിടെ എഴുതാൻ പോകുന്നത്. ഓക്കെ ഓക്കെ സോ സി ഇൻ ദ ബുക്സ് ഓഫ് ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ ഒരു ബ്രാഞ്ച് അക്കൗണ്ട്. ദിസ് ബ്രാഞ്ച് അക്കൗണ്ട് നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയില്ലേ? ഡെറ്റേഴ്സ് മെത്തേഡ് നമ്മൾ ഈ ഒരു സാധനം പഠിച്ചിട്ടുണ്ട്. ഓക്കെ, റിസീവർ ആണെങ്കിൽ ബ്രാഞ്ച് റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ഡെബിറ്റ് ചെയ്യും, ബ്രാഞ്ച് ഗിവ് ചെയ്യുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിവേ, ഫസ്റ്റ് തിങ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് നമ്മൾ എവിടെ എഴുതും? ബ്രാഞ്ച് അക്കൗണ്ടിൽ. ഹെഡ് ഓഫീസിൻ്റെ ബുക്കിലെ ബ്രാഞ്ച് അക്കൗണ്ടിൽ നമ്മൾ ഇവിടെ എഴുതും ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, നോ ഡൗട്ട്. ഇനി ഇൻ ദ ബുക്ക് ഓഫ് ബ്രാഞ്ച് നമ്മൾ ഇതുവരെ ചെയ്യാത്ത ബ്രാഞ്ചിൻ്റെ ബുക്കിൽ ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ട് വരയുമ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഹിയർ ഇറ്റ് ഈസ് ഇൻ ഡെബിറ്റ് സൈഡ്, ഇവിടെ അത് എവിടെ എഴുതണം മക്കളെ? ക്രെഡിറ്റ് സൈഡ്. ക്ലിയർ? അപ്പോൾ ഇവിടെ ബാലൻസ് ഇവിടെ ഡെബിറ്റിലാണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബാലൻസ് ഇവിടെ എവിടെ വരും? ക്രെഡിറ്റിൽ വരും. ക്ലിയർ? ഇനി ഇതേതാടോ? ടു ബാങ്ക്.
എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഹെഡ് ഓഫീസ് എന്തെങ്കിലും പൈസ തരുവാണെങ്കിൽ നമ്മൾ ഇവിടെ എഴുതല്ലേ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ടല്ലേ, ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവിടെ ഡെബിറ്റ്, അതിവിടെ വരും ക്രെഡിറ്റിൽ വരും. ക്ലിയർ? എമൗണ്ടിലൊന്നും മാറ്റമില്ല. 1000 500 500 ആണെങ്കിൽ ഇവിടെ 1000 500 500. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഹെഡ് ഓഫീസിൽ ട്രാൻസാക്ഷൻ വരിക. ഓക്കെ, നൗ ഇപ്പുറത്തത് ഇതേതാ ബൈ ക്യാഷ്, ഹെഡ് ഓഫീസിലേക്ക് ക്യാഷ് റെമിറ്റ് ചെയ്തു. അപ്പൊ ഹെഡ് ഓഫീസിന്റെ അക്കൗണ്ടിൽ ടു ക്യാഷ് വരും. ഇതേതാ ഗുഡ്സ് റിട്ടേൺ ടു ഹെഡ് ഓഫീസ്. സോ ഹെഡ് ഓഫീസിന്റെ അക്കൗണ്ടിൽ അത് ഏത് സൈഡിൽ വരുള്ളൂ? 500 ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്ത് നോക്കിയാൽ ഈ ഭാഗം കൂടുതൽ 2000 ഇസ് ഹിയർ, 2000 1000 ബാലൻസിങ് ഫിഗർ ദാറ്റ് ഇസ് ബൈ ബാലൻസ്. ഇവിടെ നമുക്ക് ബാലൻസ് ഇപ്പുറത്താ കിട്ടിയത്, ഇവിടെ എവിടെ കിട്ടും? ഇപ്പുറത്തെ സൈഡിൽ കിട്ടും. നേരെ ഓപ്പോസിറ്റ് ബാലൻസ് എല്ലാം സോറി. ഓക്കെ, ക്ലിയർ ആണല്ലോ? നേരെ ഓപ്പോസിറ്റ് ഇതിൽ വരുന്ന എൻട്രീസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അപ്പുറത്ത് വരുന്ന എൻട്രീസ്. ക്ലിയർ? മോസ്റ്റ്ലി ഈ രണ്ട് ബാലൻസും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ക്ലിയർ? ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ബാലൻസും ഹെഡ് ഓഫീസിലെ ബുക്കിലെ ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ബാലൻസും ബ്രാഞ്ചിന്റെ അക്കൗണ്ടിലെ ഹെഡ് ഓഫീസിന്റെ ബാലൻസും സെയിം ആയിരിക്കും. ബട്ട് ഇൻ സർട്ടൺ കേസസ്, ഇൻ സം കേസസ് ഇത് രണ്ടും മാച്ച് ആവൂല. അതാണ് നമ്മുടെ അടുത്ത ഞാൻ പറയാൻ പോകുന്ന അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. ഈ ബാലൻസും എപ്പോഴും ഒരുപോലെ ഇരിക്കണം. ബിക്കോസ് എന്താ? ഇവിടുന്ന് ഇവിടത്തേക്കാ കൊടുക്കുന്നത്, ഇവിടുന്ന് ഇവിടത്തേക്കാ കൊടുക്കുന്നത്. സോ ഷുഡ് ബി രണ്ടും ഒരേ ബാലൻസ് ആയിരിക്കണം. ഇവിടെ 1000 ക്രെഡിറ്റ് ഈ സൈഡിലാണെങ്കിൽ ഇപ്പുറത്ത് കിട്ടണം, 1000 തന്നെ കിട്ടണം. ബട്ട് ഇൻ സം കേസസ് ഇത് തമ്മിൽ ഒരു മിസ്മാച്ച് വരും. ഓക്കെ, അത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. ആ ഡിഫറൻസ് ഉണ്ടാവാനുള്ള റീസൺസ് ആണ് ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്ന കാര്യങ്ങൾ. അതിനുശേഷം എന്താണ് പ്രാക്ടിക്കലി ഒരു ബ്രാഞ്ചിൽ നടക്കുക, ഇനി എന്താ പ്രാക്ടിക്കലി ഒരു ഹെഡ് ഓഫീസിൽ നടക്കുക എന്നുള്ള കാര്യം. ഓക്കെ, സോ ഹെഡ് ഓഫീസിന്റെ ബ്രാഞ്ച് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസും ഹെഡ് ഓഫീസിലേന് ക്രെഡിറ്റ് ബാലൻസും ഉണ്ടാവുക. ഡെബിറ്റ് ബാലൻസ് ആണെന്ന് അറിയാമല്ലോ, ബിക്കോസ് ഇതിന്റെ ബാലൻസ് ഇങ്ങോട്ടേക്ക് പോവാ. ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ഇങ്ങോട്ട് പോവും, ക്യാരി ഫോർവേഡ് ചെയ്യല്ലോ താഴത്തേക്ക്. എനിവേ ഡെബിറ്റ് ബാലൻസ്, ഇറ്റ്സ് ക്രെഡിറ്റ് ബാലൻസ്. ഇനി എന്താ നടക്കുക നോക്കാം നമുക്ക്. അങ്ങനെ സോറി, ഇവിടെ ഇൻ ദ ബുക്ക് ഓഫ് ബ്രാഞ്ച്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇതൊക്കെ വരച്ചു. ഇത് വരയാൻ നിങ്ങൾ പഠിച്ചു. ഞാനിത് മായ്ക്കുക. ഓക്കെ, പറയാൻ പോകുന്ന കേട്ടോളെ. ബ്രാഞ്ച് ഇയർ എൻഡിൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യലോ. എല്ലാ കമ്പനിയും ചെയ്യുന്ന പോലെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും, ട്രേഡിംഗ് അക്കൗണ്ട് വരെയും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരെയും, ബാലൻസ് ഷീറ്റ് വരെയും, അതായത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വരെയും. ഓക്കെ, ബ്രാഞ്ച് ഇതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്ന അറിയടോ? ഇതൊക്കെ ആർക്ക് കൊടുക്കും? ഹെഡ് ഓഫീസിന് കൊടുക്കും. ക്ലിയർ? അപ്പൊ ഹെഡ് ഓഫീസിന് എത്ര ബ്രാഞ്ച് ഉണ്ടോ അത്രയും ബ്രാഞ്ചസ് എന്ത് വരും? ഈ പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് ഹെഡ് ഓഫീസിന്റെ കയ്യിൽ വരും. ഓക്കെ, എത്ര 2000 ഉണ്ടെങ്കിൽ 2000ത്തിന്റെയും സ്റ്റേറ്റ്മെന്റ്സ് ഇയർ എൻഡിൽ ആരെ കയ്യിലെത്തും? ഹെഡ് ഓഫീസിന്റെ കയ്യിലെത്തും. അപ്പൊ ഹെഡ് ഓഫീസ് എന്ത് ചെയ്യുന്നറിയോ? ഇവരുടെ ഈ സാധനമെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്യും. ആരുടെ ബുക്കിലേക്ക്? ഹെഡ് ഓഫീസിന്റെ ബുക്കിലേക്ക്. ഈ പർട്ടിക്കുലർ എത്ര ബ്രാഞ്ചസ് ഉണ്ടോ ആ ബ്രാഞ്ചസിന്റെ എല്ലാം അക്കൗണ്ട് ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യും. ഇൻകോർപ്പറേറ്റ് ചെയ്ത ശേഷം ഇവര് കൺസോളിഡേറ്റഡ് ട്രേഡിംഗ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ കൺസോളിഡേറ്റഡ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ച്. ബിക്കോസ് ഹെഡ് ഓഫീസ് ശരിക്കും ഒരു ഓണർ ആണ് അല്ലേ?
അല്ലേ? ഈ ഓണറിന്റെ അണ്ടറിൽ ഇഷ്ടം പോലെ ബ്രാഞ്ച് ഉണ്ട്. സോ ലാസ്റ്റ് ഓണറിന്റെ കംപ്ലീറ്റ് ബിസിനസിന്റെ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക. സോ ഇവരൊക്കെ ഈ ട്രയൽ ബാലൻസ് ഒക്കെ ഇങ്ങോട്ടേക്ക് കൊടുത്താൽ ഹെഡ് ഓഫീസ് ഇതൊക്കെ ഹെഡ് ഓഫീസിന്റെ ബുക്കിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് ഹെഡ് ഓഫീസ് കൺസോളിഡേറ്റ് ചെയ്തിട്ടില്ല. കൺസോളിഡേറ്റ് എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫീസിന്റെയും ബ്രാഞ്ചിന്റെയും കൺസോളിഡേറ്റ് ഒരുമിച്ചിട്ടുള്ള ട്രേഡിംഗ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ പ്രിപ്പയർ ചെയ്യും. ഇതാണ് പ്രാക്ടിക്കലി ഹെഡ് ഓഫീസിൽ നടക്കുന്ന കാര്യം. അപ്പോൾ അഗെയിൻ റിപ്പീറ്റിംഗ്, ബ്രാഞ്ച് ഇയർ എൻഡിൽ ട്രയൽ ബാലൻസ് ഒക്കെ ഹെഡ് ഓഫീസിന് കൊടുക്കും. ഹെഡ് ഓഫീസ് ഇതെന്ത് ചെയ്യും? അവരുടെ ബുക്സിൽ, ഹെഡ് ഓഫീസിന്റെ ബുക്സിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഇവരുടെ ട്രയൽ ബാലൻസിന്റെ കൂടെ ഇതിനെ എന്ത് ചെയ്യുക? കോപ്പി ചെയ്യുക. ഇവരുടെ കാര്യവും കൂടി നമ്മൾ ഹെഡ് ഓഫീസിന്റെ ട്രയൽ ബാലൻസിൽ ആഡ് ചെയ്യുക, എഴുതി ചേർക്കുക. ക്ലിയർ? ഇൻകോർപ്പറേറ്റ് ചെയ്യും. ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? ട്രേഡിംഗ് അക്കൗണ്ട് വരെയും ബാലൻസ് ഷീറ്റ് വരെയും. ആര്? ഹെഡ് ഓഫീസ് പ്ലസ് എല്ലാ ബ്രാഞ്ചസിന്റെയും ഒരുമിച്ച് ഒരു കോമൺ ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് കോമൺ ബാലൻസ് ഷീറ്റ്. ബിക്കോസ് എന്താ കാര്യം? എന്താ? ബിക്കോസ് ഇത് കംപ്ലീറ്റ് ഓണറാണ്. ഹെഡ് ഓഫീസ് മീൻസ് ഓണറാണ് അല്ലേ? ബാക്കി എല്ലാം അതിന്റെ ചെറിയ ചെറിയ ബ്രാഞ്ചസ്. സോ മൊത്തം ബിസിനസിന്റെ മൊത്തം അക്കൗണ്ട്സ് ആണ് ആര് ലാസ്റ്റ് ഉണ്ടാക്കുക? കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് ഹെഡ് ഓഫീസ്. ഒരു കോമൺ ട്രേഡിംഗ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ ഇങ്ങനെ കോളംനാറിലാണ് വരിക. അപ്പം 3 ബ്രാഞ്ചസ് ആണെങ്കിൽ A, B, C എന്ന് പറഞ്ഞിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ 3 കോളം ഉണ്ടാവും, 3 എണ്ണത്തിന് എഴുതാൻ. ക്ലിയർ? അതുപോലെ ബാലൻസ് ഷീറ്റിൽ ഇപ്പം അസറ്റ് ആണെങ്കിൽ, ഏതെങ്കിലും ഒരു അസറ്റ് ആണെങ്കിൽ ഹെഡ് ഓഫീസിന്റെ ആ പർട്ടിക്കുലർ അസറ്റ് പ്ലസ് ബ്രാഞ്ചസിന് ആ അസറ്റ് ഉണ്ട്, രണ്ടിൻ്റെയും കൂടി വാല്യൂ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതുക. അതൊക്കെ നമ്മൾ വഴിയെ ഇതൊക്കെ എങ്ങനെയാ ചെയ്യാന്ന് പഠിക്കും. ഇപ്പൊ നമ്മൾ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷനാ പറയുന്നത്. ഇയർ എൻഡില് ബ്രാഞ്ചിന്റെ ട്രയൽ ബാലൻസ് ഉണ്ടാക്കി ട്രേഡിംഗ് അക്കൗണ്ട് ഈ ഫുൾ സ്റ്റേറ്റ്മെന്റ് ബ്രാഞ്ച് ഇസ് ഗിവിംഗ് ടു ദി ഹെഡ് ഓഫീസ്. അപ്പൊ ഹെഡ് ഓഫീസ് എന്ത് ചെയ്യും? ഇതൊക്കെ അവരുടെ ട്രയൽ ബാലൻസിലോട്ട് കോപ്പി ചെയ്യും, ഇൻകോർപ്പറേറ്റ് ചെയ്യും. ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഇവര് എല്ലാ ബ്രാഞ്ചിന്റെയും ഹെഡ് ഓഫീസിന്റെ ഒക്കെ ഒരുമിച്ച് ചേർത്ത് ട്രേഡിംഗ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പറയും. ഇത്രയും കാര്യം നമുക്ക് ഹെഡ് ഓഫീസിന്റെ കേസിൽ ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചിൽ പഠിക്കാനുണ്ട്. അപ്പൊ എന്തൊക്കെ പഠിക്കണം? ട്രയൽ ബാലൻസ് ഇവിടെ കിട്ടലേ ബ്രാഞ്ചിന്റെ കാര്യം. ബ്രാഞ്ച് ഇങ്ങോട്ട് കൊടുത്തു, സംടൈംസ് ബ്രാഞ്ച് കൊടുക്കാത്ത സമയം ഹെഡ് ഓഫീസ് തന്നെ പ്രിപ്പയർ ചെയ്യുക. അതൊക്കെ നിങ്ങൾക്ക് അതൊന്നും ആവശ്യമില്ല, അതൊക്കെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആകുമ്പോഴുള്ള കാര്യം. എനിവേ ഇപ്പം ബ്രാഞ്ച് പ്രിപ്പയർ ചെയ്യും, ഹെഡ് ഓഫീസിന് കൊടുത്തു. അപ്പൊ ഹെഡ് ഓഫീസിൽ നിങ്ങൾ അക്കൗണ്ടന്റ് ആണെങ്കിൽ നിങ്ങൾ ഇവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന്റെ എൻട്രീസ് ചെയ്യേണ്ടി വരും, ഇൻകോർപ്പറേഷൻ ചെയ്യേണ്ടി വരും, പ്ലസ് ട്രേഡിംഗ് അക്കൗണ്ട് കൺസോളിഡേറ്റഡ് എല്ലാം കൂടെ ഒരുമിച്ചിട്ടുള്ള ട്രേഡിംഗ് അക്കൗണ്ട് വരേണ്ടി വരും, ഒരുമിച്ചിട്ടുള്ള ബാലൻസ് ഷീറ്റ് വരേണ്ടി വരും. ഇത്രയും കാര്യം നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. ക്ലിയർ? ഓക്കെ. ബ്രാഞ്ചിന്റെ കാര്യം നമുക്ക് പിന്നെ നോക്കാം, എല്ലാം കൂടി തലക്ക് ഭ്രാന്ത് പിടിപ്പിക്കണ്ട. സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്താ ചെയ്യാൻ പോകുന്നത് ക്ലിയർ ആണ്. നോ ഐ എം നോട്ട് ഗോയിങ് ടു റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ. ഓക്കെ. അപ്പൊ ഇൻകോർപ്പറേഷൻ ചെയ്യാൻ പഠിക്കണം, ട്രേഡിംഗ് അക്കൗണ്ട് ഫുൾ എല്ലാ ബ്രാഞ്ചിനും കൂടെ ഒരുമിച്ച് പഠിക്കണം, ബാലൻസ് ഷീറ്റ് വരാൻ പഠിക്കണം. ഓക്കെ. സോ ഇതൊരു കോർണറിൽ വെക്കാം. നൗ നമ്മൾ നേരത്തെ വരച്ചപ്പോൾ 1000 ബാലൻസ് കിട്ടിയില്ലടോ. ഓൾറെഡി ഞാൻ ഓരോ പാർട്ട് കഴിയുന്നതിന് നിങ്ങൾ ലെക്ചർ നോട്ട് ഉണ്ടാക്കണം. അപ്പം നിങ്ങൾ ലെക്ചർ നോട്ടിൽ ഇപ്പം ഹെഡ് ഓഫീസിന്റെ ബ്രാഞ്ച് അക്കൗണ്ടും ഉണ്ടാവും, ബ്രാഞ്ചിന്റെ ബുക്കിലെ ഹെഡ് ഓഫീസും ഉണ്ടാവും. 1000 ഞാൻ പറഞ്ഞു ഇതെപ്പോഴും സെയിം ബാലൻസാ കാണിക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. ഓക്കെ. ബട്ട് ഇൻ സം കേസസ് ഇത് തമ്മിൽ എന്തുണ്ടാവും? മിസ്മാച്ച് ഉണ്ടാവും. ഇത് തമ്മിൽ മിസ്മാച്ച് ഉണ്ടാവും. ഇതിനുള്ള കാരണം സാധനം ഞാൻ ഇവിടെ എവിടെയെങ്കിലും കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, നോക്കോ. ഒന്നാമത്തെ കാരണം ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചാണ്. ഓക്കെ. ഹെഡ് ഓഫീസ് ഗുഡ്സ് ബ്രാഞ്ചിന് അയച്ചു, റൈറ്റ്? അപ്പം ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ ബ്രാഞ്ച് അക്കൗണ്ട് വരയുമ്പോൾ അതിൻ്റെ അക്കൗണ്ട് ഉണ്ട്. ഈ ഗുഡ്സ് അയക്കുമ്പം തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ടാവുമല്ലോ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, കറക്റ്റ്? ഇതിപ്പോൾ നടക്കുന്നത് മാർച്ച് 14 ആയിക്കോട്ടെ അല്ലേ?
ഓക്കെ, മാർച്ച് 14-നാന്ന് വെച്ചോ. മാർച്ച് 14-ന് നമ്മുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് മാർച്ച് 31-നാന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ ഇത് അയക്കുന്ന ദിവസം 14-ാം തീയതി ഹെഡ് ഓഫീസിലെ ബ്രാഞ്ച് അക്കൗണ്ടിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് ഈ ഭാഗത്ത് എഴുതിയിട്ടുണ്ടാവുമല്ലോടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൗണ്ടർ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബ്രാഞ്ചിൻ്റെ ബുക്കിൽ ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിൽ വരണം. എവിടെ വരണം? ഇവിടെ 2 ആണെങ്കിൽ ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് വരണ്ടേ? പക്ഷെ ഇത് 14-ാം തീയതി അയച്ചു. പെട്ടെന്ന് എന്തായി? 16-ാം തീയതിയാന്ന് തോന്നുന്നു നമ്മൾ ലോക്ക്ഡൗൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ. അപ്പോൾ 16-ാം തീയതി ലോക്ക്ഡൗൺ ആയി, എല്ലാം പിടിച്ചേച്ചു. ഞാനിത് കൊണ്ടുപോയ വലിയ ട്രക്ക് ഒരു സൈഡിലായി, അതവിടെ ആയി. മാർച്ച് 31-ന് ഇത് എവിടെ എത്തിയില്ല? ബ്രാഞ്ചിൻ്റെ കയ്യിൽ എത്തിയില്ല. ബ്രാഞ്ചിൻ്റെ കയ്യിൽ എത്തിയില്ലെങ്കിൽ ബ്രാഞ്ച് എന്ത് ചെയ്യില്ല? ഇവിടെ ഈ എൻട്രി എഴുതൂല. ബട്ട് ഇവിടെ ഏത് എൻട്രി ഉണ്ട്? അപ്പോൾ ഇവിടെ ഒരു 500 തോന്നുന്നല്ലേ നേരത്തെ. ബട്ട് ഇവിടെ അതെന്താണ്? മിസ്സിംഗ് ആണ്. ബിക്കോസ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്, ഈ ഗുഡ്സ് ഇപ്പോഴും ലോറിയിലാണ് ഇരിക്കുന്നത്. ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. സോ ചില കേസിൽ ഇത് രണ്ടും തമ്മിൽ മിസ്മാച്ച് വരും. അതിൻ്റെ ഒന്നാമത്തെ റീസൺ ആണ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. ഓക്കെ, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. 2, രണ്ടാമത്തെ കേസ് സെയിം. ഹെഡ് ഓഫീസ് ക്യാഷ് ഇങ്ങോട്ടേക്ക് അയക്കുന്നു ബ്രാഞ്ചിലേക്ക്. അപ്പോൾ ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ ബ്രാഞ്ചിൽ ഇവിടെ നമ്മൾ ടു ബാങ്ക് എന്ന് എഴുതും. അതിൻ്റെ കൗണ്ടർ എൻട്രി ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരണം. ഒരു 1000 രൂപ അയച്ചതെന്ന് വെച്ചോ. ഓക്കെ, 1000 രൂപ. നേരത്തെ 500 ആയിരുന്നു. ഓക്കെ, 500 rupees അയച്ചു. ഓക്കെ, ആരെടുത്തെങ്കിലും കൊടുത്തു വിടുവോ എന്തെങ്കിലും ആണെന്ന് വെച്ചോ. ഓക്കെ, മേ ബി പോസ്റ്റലിയോ എങ്ങനെയെങ്കിലും അയച്ചു. ബട്ട് 31-ന് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന ഡേറ്റിന് ഇതിവിടെ വന്നില്ലെങ്കിലും എന്ത് ചെയ്യില്ല? ഈ അക്കൗണ്ടന്റ് ഇതിവിടെ റെക്കോർഡ് ചെയ്യില്ല. സോ ഈ രണ്ട് ബാലൻസ് സെയിം ആയിരിക്കില്ല, ഡിഫറൻസ് കാണിക്കും. ഡിഫറൻസ് കാണിക്കുന്നതിന് രണ്ടാമത്തെ റീസൺ ട്രാൻസിറ്റ്. ഫസ്റ്റ് ഇസ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്, അതേപോലെ എന്താ രണ്ടാമത്തത്? ക്യാഷ് ഇൻ ട്രാൻസിറ്റ്. ക്ലിയർ? ഇനി ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിൽ സെക്കൻഡ് കേസ്, ബ്രാഞ്ച് ഗുഡ്സ് റിട്ടേൺ ചെയ്തു ഹെഡ് ഓഫീസിന്. അപ്പോൾ റിട്ടേൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ എന്തെഴുതും? ഇവിടെ എഴുതും ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് എഴുതും. ബ്രാഞ്ച് റിട്ടേൺ ചെയ്യുമ്പോൾ ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ബ്രാഞ്ച് ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ബട്ട് ദാറ്റ് ഇസ് നോട്ട് റെക്കോർഡഡ് ഇൻ ഹെഡ് ഓഫീസ്. അറിയുന്നില്ല ബ്രാഞ്ച് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള കേസസിലൊക്കെ ഈ രണ്ട് അക്കൗണ്ടും തമ്മിൽ മിസ്മാച്ച് ഉണ്ടാവും. അതിനെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കേണ്ടത്. അതിലൊന്ന് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്, 2 ക്യാഷ് ഇൻ ട്രാൻസിറ്റ്, 3rd വൺ ഹെഡ് ഓഫീസ് എക്സ്പെൻസ് ചാർജബിൾ ടു ബ്രാഞ്ച്. ദാറ്റ് മീൻസ് എന്താ പറയുക, ഇപ്പം ഹെഡ് ഓഫീസ് കുറേ ബ്രാഞ്ച് ഉണ്ട് പറഞ്ഞില്ല, ആ ബ്രാഞ്ചിനെല്ലാം കൂടി ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു. സോ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് ടോട്ടൽ ഒരു 2 lakh ആയി എന്ന് വെച്ചോ. അപ്പോൾ ഹെഡ് ഓഫീസ് എന്ത് ചെയ്യും? 2 lakhന് എല്ലാ ബ്രാഞ്ചസിലും എന്ത് ചെയ്യും? എക്സ്പെൻസിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ബിക്കോസ് എല്ലാ ഹെഡ് ഓഫീസസ് അയക്കണ്ടല്ലോ, ബിക്കോസ് എല്ലാ ബ്രാഞ്ചിനും വേണ്ടിയിട്ടാണ് എന്ത് അഡ്വർടൈസ്മെന്റ്. സോ അഡ്വർടൈസ്മെന്റിന്റെ എക്സ്പെൻസ് എന്ത് ചെയ്യും? അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവാം. ബട്ട് അത് ഹെഡ് ഓഫീസിന് മാത്രമേ അറിയൂ, അത് ആരും അറിയിച്ചിട്ടുണ്ടാവില്ല, ബ്രാഞ്ചിനെ അറിയിച്ചിട്ടില്ല. അപ്പോൾ ബ്രാഞ്ചിന്റെ അക്കൗണ്ടിൽ അത് കാണൂല. സോ ഇൻ ദാറ്റ് കേസ് ഓൾസോ ദാറ്റ് വിൽ ബി mismatch between both balances. So one is goods in transit, second is cash in transit, third is head office expense chargeable to branch. Advertisement ഓർമ്മിച്ചാ മതി. 3 depreciation on branch fixed asset. 4 depreciation on branch fixed asset. കുറച്ച് പറയാനുള്ള കാര്യമാണ്, അതൊക്കെ 1 by 1 ഓരോ വീഡിയോയിലായിട്ട് ഈ പറയുന്ന കാര്യമൊക്കെ പറയും. And the 5th one is inter-branch transaction and the 6th one is remittance account. ഈ 4 കേസസ് കൊണ്ടാണ് ബ്രാഞ്ച് അക്കൗണ്ടും ഹെഡ് ഓഫീസ് അക്കൗണ്ടും തമ്മിൽ മിസ്മാച്ച് ഉണ്ടാകുന്ന. ഈ 6 കേസസ് ആണ് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാൻ പോകുന്നത്. ക്ലിയർ? ഈ ബേസിൻ്റെ ക്ലാസ് അഗെയിൻ പ്ലീസ് റിപ്പീറ്റ്ലി ഒരു പ്രാവശ്യം കൂടി കാണുക, എന്നിട്ട് കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക, ഇത് ഓർമ്മിക്കുക. എന്താ നടക്കുക? ഇയർ എൻഡിൽ ഇവരെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാലോ ഇവരെന്ത് ചെയ്യും? ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യും. ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട്
ട്രേഡിംഗ് അക്കൗണ്ട് എല്ലാവരെയും കൂടി പ്രിപ്പയർ ചെയ്യും, ബാലൻസ് ഷീറ്റ് എല്ലാവരെയും കൂടി പ്രിപ്പയർ ചെയ്യും. ഇതിൻ്റെ ഇടയിൽ ഇവർ രണ്ട് ബാലൻസും തമ്മിൽ മിസ്മാച്ച് ഉണ്ടെങ്കിൽ അത് ആദ്യം ശരിയാക്കണം. ആ മിസ്മാച്ച് വരുന്ന 6 കണ്ടീഷൻസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ആ 6 കണ്ടീഷൻസും അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് റെക്ടിഫൈ ചെയ്ത് ഈ 2 അക്കൗണ്ടും ഈക്വൽ ആയതിനു ശേഷം മാത്രമേ നമുക്ക് ഈ ഇൻകോർപ്പറേഷൻ പോലെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് ക്ലാസ് വിൽ ബി ഓൺ ദി adjustments of that 6 items. Clear? Okay. Now wait. ഇനി ഞാൻ ഹെഡ് ഓഫീസിൽ എന്താ നടക്കുക എന്ന് പറഞ്ഞു, ഹെഡ് ഓഫീസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ബ്രാഞ്ച് അക്കൗണ്ടിൽ എന്താ നടക്കുക എന്ന് വെച്ചാൽ, ബ്രാഞ്ച് അക്കൗണ്ട് ഇതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട്, ട്രേഡിംഗ് അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഇത് മുഴുവനായിട്ട് ക്ലോസ് ചെയ്യും. അതായത് ബ്രാഞ്ച് ക്ലോസ് ചെയ്യുന്നതെന്നുള്ളൊരു കോൺസെപ്റ്റിൽ ബ്രാഞ്ച് കംപ്ലീറ്റ് ആയിട്ട് ഇതൊക്കെ ഹെഡ് ഓഫീസിലേക്ക് കൊടുത്ത് എന്നുള്ളൊരു, പ്രാക്ടിക്കലി ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ഒന്നുമില്ല. ദിസ് ഈസ് ഓൺലി ത്രൂ അക്കൗണ്ട്സ്. അക്കൗണ്ട്സിൽ എന്താ കാണിക്കുക എന്ന് പറഞ്ഞാൽ, ബ്രാഞ്ചിൻ്റെ ബുക്സിൽ എല്ലാ എൻട്രീസും ഹെഡ് ഓഫീസിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ എല്ലാ ബാലൻസ്, ബാക്കി വരുന്ന എന്ത് ബാലൻസ് ആയിക്കോട്ടെ അതൊക്കെ എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യും ബൈ ട്രാൻസ്ഫറിങ് ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട്. ജസ്റ്റ് എന്താ, ഇപ്പം അസറ്റ് അവിടെ ഒരു മെഷീനറി ഉണ്ടെന്ന് വെച്ചോ, ആ മെഷീനറി ക്ലോസ് ചെയ്യും. ആർക്ക് കൊടുത്തെന്ന് കാണിക്കും, ഹെഡ് ഓഫീസിന് തിരിച്ചു കൊടുത്തെന്ന് കാണിക്കും. ബട്ട് ഹെഡ് ഓഫീസിന് അത് കിട്ടിയിട്ടില്ല, ജസ്റ്റ് ത്രൂ അക്കൗണ്ട്സ് മാത്രം. എന്നിട്ട് അടുത്ത ഇയർ ഓപ്പണിങ്ങിൽ ആ എൻട്രി റിവേഴ്സ് ചെയ്ത് ഇടുക ചെയ്യുക. പ്രാക്ടിക്കലി ഇതാണ് നടക്കുക. ഞാനിപ്പോൾ പറഞ്ഞതിൽ നിങ്ങൾക്ക് പലതും ഭയങ്കര കോംപ്ലിക്കേഷൻസ് പോലെ തോന്നാം. ഞാനിപ്പോൾ പറഞ്ഞത് ഇതിൻ്റെ റിയൽ ആയിട്ടുള്ള നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ബട്ട് ഇതിൽ നിങ്ങൾക്ക് എക്സാമിന് ഇൻകോർപ്പറേഷൻ ആയിരിക്കും വരിക. ചിലപ്പോൾ ഇൻകോർപ്പറേഷൻ്റെ എൻട്രി പഠിക്കാനും പ്രോബ്ലം ചെയ്യാനും ഒരു ബുദ്ധിമുട്ടുമില്ല. ബട്ട് സോ അത് പ്രശ്നമില്ല. ഇനി അടുത്തത് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിൻ്റെ ആയിരിക്കും ചിലപ്പം ചോദിക്കുക. അത് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നത്, അതും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ക്യാഷ് ഇൻ ട്രാൻസിറ്റ് സെപ്പറേറ്റ് പഠിപ്പിക്കും. ബട്ട് പ്രാക്ടിക്കലി ഇതാണ് ഒരു ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് അക്കൗണ്ടിൽ നടക്കുക. നിങ്ങളിനി 1 by 1 ആയിട്ട് ഓരോന്ന് പഠിക്കാൻ പോകുന്നത് ഈ കാര്യം. ഇനി ഞാൻ ഈ സാധനം ഒന്നും പറയില്ല. ഇനി ഞാൻ ഇൻകോർപ്പറേഷനാണ് പഠിപ്പിക്കുക, ഇൻകോർപ്പറേഷൻ അങ്ങ് പറയും. ആ ഇൻകോർപ്പറേഷൻ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഓടണം. വാട്ട് ഈസ് ഇൻകോർപ്പറേഷൻ? ട്രയൽ ബാലൻസ് ബ്രാഞ്ച് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഹെഡ് ഓഫീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ അവരുടെ ട്രയൽ ബാലൻസിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിനാണ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി ഒരു ക്ലാസ്സിൽ ഞാൻ ഇൻകോർപ്പറേഷൻ ആയിരിക്കും പഠിപ്പിക്കുക. അതിൻ്റെ എൻട്രി എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം അത് വളരെ ഈസിയാണ്, മേടിക്കാനൊന്നുമില്ല. ബട്ട് പിന്നെ ഞാൻ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കുക ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിൻ്റെ എൻട്രി ആയിരിക്കും. അതൊരു കേസ്. അതൊക്കെ മാത്രമേ എക്സാമിന് ചോദിക്കൂ. അല്ലാണ്ട് എക്സാമിന് നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞ ഈ മഹാഭാരതവും രാമായണമൊന്നും എഴുതേണ്ടി വരില്ല. ബട്ട് ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഹെഡ് ഓഫീസിൽ നടക്കുന്ന ബ്രാഞ്ചിൽ എന്താ നടക്കുക, എല്ലാ ട്രയൽ ബാലൻസ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം എല്ലാം ക്ലോസ് ചെയ്യും ബൈ ട്രാൻസ്ഫറിങ് ടു ഹെഡ് ഓഫീസ്. അത് എല്ലാം ഞങ്ങൾ തിരിച്ച് ഹെഡ് ഓഫീസിന് കൊടുത്ത് വീണ്ടും ഇയർ ഓപ്പണിങ്ങിൽ ഇതൊക്കെ വീണ്ടും നമുക്ക് ഹെഡ് ഓഫീസിന് തിരിച്ച് വരുന്നത് പോലെയൊക്കെയാണ് കാണിക്കാം. അപ്പോൾ ഇനി ഞാൻ ഈ സംഭവങ്ങളൊന്നും പറയില്ല. ഇനി നമ്മൾ 1 by 1 ആയിട്ട് എക്സാം ഓറിയൻറ്റഡ് ഓരോന്ന് ചെയ്യും. ഇറ്റ് വിൽ ബി ഈസി. ഇതിൻ്റെയൊക്കെ തിയറി നോട്ട്സ് മേ ബി ഇത് ക്ലാസ് അപ്ലോഡ് ആവുന്ന മുമ്പ് ഞാൻ തന്നിട്ടുണ്ടാവും, ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ.